CAG റിപ്പോർട്ടിൽ പൊതുമരാമത്ത് വകുപ്പിനും വിമർശനം. ആസൂത്രണമില്ലായ്മ കെട്ടിട നിർമ്മാണ ജോലികളിൽ കാലതാമസം ഉണ്ടാക്കുന്നു. പ്രകൃതി സൗഹൃദ കെട്ടിട നിർമ്മാണ രീതികൾ അംഗീകരിക്കാൻ പൊതുമരാമത്ത് വകുപ്പിന് വിമുഖതയുണ്ട്. ദുരന്ത മുന്നൊരുക്കത്തിലും വകുപ്പിന് അലംഭാവമുണ്ടെന്നാണ് CAG റിപ്പോർട്ടിൽ പരാമർശമുള്ളത്. അജീഷ് ജയകുമാറുണ്ട് തിരുവനന്തപുരത്ത്. അജീഷ്, മറ്റെന്തൊക്കെ കാര്യങ്ങളുണ്ട് CAG റിപ്പോർട്ടിൽ? ഉന്മേഷ്, സംസ്ഥാനത്തെ റോഡുകൾക്ക് പുറമെ പൊതുമേഖലാ സർക്കാർ സ്ഥാപനങ്ങളുടെ കെട്ടിടങ്ങളുടെ നിർമ്മാണ ചുമതലയും പൊതുമരാമത്ത് വകുപ്പിനാണ്. ഇതിലാണ് 2022 വരെയുള്ള പൊതുമരാമത്തുവിന്റെ പ്രവർത്തനം വിലയിരുത്തിയ ശേഷമാണ് CAG റിപ്പോർട്ടിൽ കുറ്റപ്പെടുത്തൽ അക്കമിട്ട് പറയുന്നത്. ഇതിൽ ആസൂത്രണമില്ലായ്മ, അതായത് കെട്ടിട നിർമ്മാണ ജോലികൾ കാലതാമസം ഉണ്ടാക്കുന്നു എന്നാണ് പ്രധാനപ്പെട്ട വിമർശനം. അതിൽ ആസൂത്രണമില്ലായ്മയാണ് പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്നത്. മാത്രമല്ല 2013 സംസ്ഥാന സർക്കാർ ഈ പുതിയ കെട്ടിടങ്ങൾ നിർമ്മിക്കുമ്പോൾ ഹരിത നിർമ്മാണ ചട്ടം പാലിക്കണമെന്ന് അംഗീകരിച്ചിരുന്നു. അത് പക്ഷേ ഈ 2022 വരെയും പൊതുമരാമത്ത് വകുപ്പ് ഈ ചട്ടങ്ങൾ പാലിച്ചിട്ടില്ല കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതിൽ. മാത്രമല്ല ഈ പ്രകൃതി സൗഹൃദ കെട്ടിട നിർമ്മാണ രീതികൾ അംഗീകരിക്കാൻ പൊതുമരാമത്ത് വകുപ്പിന് വിമുഖത എന്നും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇത് കേന്ദ്ര സർക്കാരിന്റെ ഒരു ബെഞ്ച് മാർക്കാണ്. ഇത്തരത്തിൽ പ്രകൃതി സൗഹൃദ രീതിയിൽ കെട്ടിടങ്ങൾ നിർമ്മിക്കുമ്പോൾ അതിനൊരു ബെഞ്ച് മാർക്ക് സർക്കാർ തന്നെ നിശ്ചയിക്കുന്നു. എന്നാൽ സംസ്ഥാന സർക്കാർ ഈ വലിയ സാമ്പത്തിക ബാധ്യത കാരണം ഇത്തരം രീതികൾ പിന്തുടരുന്നില്ല. മാത്രമല്ല ഇതിനെ മറികടക്കാൻ സംസ്ഥാന സർക്കാർ തന്നെ പുതിയൊരു ബെഞ്ച് മാർക്ക് കൊണ്ടുവരുന്നതായും പൊതുമരാമത്ത് വകുപ്പ് പറയുന്നുണ്ട്. മാത്രമല്ല ഈ ഭൂമിയിലെ എല്ലാ തടസ്സവും നീക്കാതെ പല ടെൻഡറുകളും ക്ഷണിക്കുന്നു. പ്രത്യേകിച്ച് ഈ മരങ്ങളും അതേപോലെ ഭൂമിക്കടിയിലുള്ള കേബിളുകളും മറ്റും തടസ്സം നിൽക്കുന്ന കാരണം പല പദ്ധതികളും വൈകുന്നു. കൂടാതെ തന്നെ പദ്ധതി എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നതിന് മുൻപ് വിശദ പരിശോധന നടത്തുന്നില്ലെന്നും കുറ്റപ്പെടുത്തലുണ്ട്. കെട്ടിടങ്ങളിലെ അറ്റകുറ്റപ്പണികൾ മുൻകൂട്ടി ആസൂത്രണം ചെയ്യുന്നതിലും കാലതാമസം വരുത്തുന്നുണ്ട്. പൊതുമരാമത്ത് കെട്ടിടങ്ങളുടെ ഡേറ്റാബേസും സംസ്ഥാനത്ത് അപൂർണമാണ്. എത്ര കെട്ടിടങ്ങളുണ്ട്, ഇതിൻ്റെ മെയിൻ്റനൻസിൻ്റെ വിവരങ്ങളൊന്നും പൂർണ്ണമായിട്ടും ലഭ്യമല്ല എന്നുള്ളതും CAG റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. മാത്രമല്ല ഈ ദുരന്ത നിവാരണം സംബന്ധിച്ച്, അതായത് ഇതിന് മുന്നോടിയായിട്ടുള്ള മുന്നൊരുക്കങ്ങളിൽ PWD വകുപ്പിന് വലിയ അലംഭാവമുണ്ടെന്നും CAG റിപ്പോർട്ടിൽ കുറ്റപ്പെടുത്തുന്നുണ്ട്. അജീഷ് ജയകുമാറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.